ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ത്രീ ഡയമെൻഷണൽ ജോമെട്രി ആണ്. അതായത് ക്ലാസ് 12 നമുക്ക് വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് വരുന്ന ചാപ്റ്റർ ആണ് ത്രീ ഡയമെൻഷണൽ ജോമെട്രി. അപ്പൊ അതിൽ ബോർഡ് എക്സാമിന് വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ബോർഡ് എക്സാമിന്റെ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇമേജിന്റെ ക്വസ്റ്റ്യൻ, ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ, ഹൗ ടു ഫൈൻഡ് ദ ഇന്റർസെക്ടിങ് പോയിന്റ്സ്, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, അപ്പൊ അതിന് എന്തൊക്കെ ബേസിക്കലി എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് പ്രത്യേകിച്ച് വെക്ടേഴ്സിലെ കാര്യങ്ങൾ നോക്കണമെന്നില്ല. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും അറിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അത് ഞാനിവിടെ എന്തായാലും പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നോക്കിയിട്ടില്ലെങ്കിൽ വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും വെക്ടേഴ്സിൽ. അപ്പോൾ ഇതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൽ നമ്മൾ ഓൾറെഡി ലൈൻസിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടു പോയിന്റ് ഫോം, സ്ലോപ്പ് പോയിന്റ് ഫോം, ഇന്റർസെക്ട് ഫോം, ഇങ്ങനെ കുറെ ഫോംസ് പഠിച്ചിട്ടുണ്ട്. ഒരു ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ ഒരു ബോർഡിൽ ഞാനൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മതി. ഏതിന് രണ്ട് കാര്യങ്ങൾ മതി. പക്ഷെ 3D ഞാൻ ഈ സ്പേസിൽ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ, നമ്മളിവിടെ ഒരു സ്പേസിൽ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ മതി. ആ ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ. അതായത് ഞാൻ ഈ റൂമിൽ ഇങ്ങനെ വരയ്ക്കുന്ന അതേ ലൈൻ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് അതേപോലെ അതേ സ്റ്റൈലിൽ വരയ്ക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മതി. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എ പോയിന്റ് ഓൺ ദിസ് ലൈൻ, ഗിവൺ പോയിന്റ് ഓൺ ദിസ് ലൈൻ. സെക്കൻഡ് തിങ്, പാരലൽ വെക്ടർ. ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ. അതുകൊണ്ട് ഇവിടെ വെക്ടർ ആവശ്യമായിട്ട് വരണം, ഒരു പാരലൽ വെക്ടർ ആവശ്യമുള്ളൂ. പക്ഷെ +1 നമ്മൾ 2 ഡയമെൻഷനിൽ പഠിക്കുമ്പോൾ അവിടെ വെക്ടറിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് രണ്ട് പോയിന്റ് സ്ലോപ്പ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ പക്ഷെ 3D വരയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും വെക്ടറിന്റെ ആവശ്യം വരുന്നുണ്ട്. മിനിമം ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം ലൈൻ ഇക്വേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞാലേ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി അത് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പാരലൽ വെക്ടർ. അപ്പോൾ നമ്മളൊരു ലൈൻ തൽക്കാലം എനിക്ക് 3D വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുവാണ്. ഒരു ലൈൻ ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. ആൻഡ് പോയിന്റ് ഓൺ ദിസ് ലൈൻ, ഇതിലൊരു പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും തരും. ദിസ് ലൈൻ പാസസ് ത്രൂ 2, 3, 5 അല്ലെങ്കിൽ 1, 2, 4 എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗിവൺ പോയിന്റ് ആയിട്ട് ഞാൻ എടുക്കുവാണ്. x1, y1, z1. അപ്പൊ ഈ ഒരു ലൈൻ ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്? x1, y1, z1 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ലൈൻ ഇസ് പാരലൽ ടു എ വെക്ടർ. ഇതൊരു വെക്ടറിനോട് പാരലൽ ആണ്. ai ക്യാപ്, bj ക്യാപ്, ck ക്യാപ്. ഈ വെക്ടറിനോട് പാരലൽ ആണ്. അപ്പൊ ഈ വെക്ടറിന് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ് p. ഞാൻ ടെക്സ്റ്റിൽ b എന്ന് പറഞ്ഞാൽ ഞാൻ p എന്ന് എടുത്തു. ആൻഡ് ദിസ് ഇസ് എ ഗിവൺ പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി a. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം വേണ്ട. അപ്പൊ ഇതിൽ തന്നെ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുവാണ്. നമ്മൾക്ക് ഒരു ലൈൻ, ഒരു ലൈൻ്റെ ഇക്വേഷനിൽ ഗിവൺ പോയിന്റും പാരലൽ വെക്ടർ വേണമെന്ന് പറഞ്ഞല്ലോ. ഈ ഗിവൺ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണം. അപ്പൊ എന്താ ഈ പൊസിഷൻ വെക്ടർ? അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മളൊരു XYZ ആക്സസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇത് x ആക്സസ്, ഇത് y ആക്സസ്, ഇത് z ആക്സസ്, ഒരു XYZ ആക്സസ് കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ ഞാനിവിടെ ഒരു പോയിന്റ്, ഈ സ്പേസിൽ ഒരു പോയിന്റ്, ഒരു സ്റ്റാർ ഇങ്ങനെ തൂക്കിയിട്ട് വേണം ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് പോയിന്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിന്റെ പേര് ഇപ്പോൾ 1, 2, 3, ഇതാണ് അതിന്റെ കോർഡിനേറ്റ്സ് 1, 2, 3. അപ്പൊ എനിക്ക് എന്റെ പൊസിഷൻ വെക്ടർ വേണം. എന്റെ പൊസിഷൻ കറക്റ്റ് അറിയണം. അതിലേക്കൊരു വെക്ടർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ അതിന്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെക്ടർ വരയ്ക്കണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 0, 0, 0 ഒറിജിൻ ആയിട്ട്. എപ്പോഴും നമ്മൾ ഒരാളുടെ റെഫറൻസ് പറയുമ്പോൾ ഒരു റെഫറൻസ് വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഒരു എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഫസ്റ്റ് ബെഞ്ച് എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ബെഞ്ച് എന്ന് പറയാം? ഇപ്പൊ ടീച്ചർ നിൽക്കുന്നതിന്റെ ആ റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് ഫസ്റ്റ് ബെഞ്ച്. ടീച്ചർ പുറകിൽ പോയി നിൽക്കുവാണെങ്കിൽ പുറകിലെ ബെഞ്ച് ആയിരിക്കും ഫസ്റ്റ് ബെഞ്ച്. റെഫറൻസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് എന്നുള്ള പൊസിഷൻ മാറും അല്ലെ? നിങ്ങൾ എവിടെ നിന്ന് റെഫർ ചെയ്യുന്നു? അപ്പൊ നമ്മൾ ഒറിജിനിൽ നിന്നാണ് എപ്പോഴും നമ്മളൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്താ കൺസിഡർ ചെയ്യണേ? നമ്മൾ ഒറിജിൻ ആണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യണം. അപ്പൊ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഒരു പൊസിഷൻ വെക്ടർ ആണ് ഞാൻ വരയ്ക്കുന്നത്. പിന്നെ പൊസിഷൻ വെക്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എയിൽ നിന്നും ബിയിലേക്ക് വരയ്ക്കുവാണെങ്കിൽ AB എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ പൊസിഷൻ വെക്ടർ. ഇപ്പൊ ഞാൻ ഒറിജിൻ എടുത്തതുകൊണ്ട് OB ആണ് എന്റെ പൊസിഷൻ വെക്ടർ. അപ്പൊ OB കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്താൽ മതി. 1 - 0 I, 2 - 0 J, 3 - 0 K. ഇത്രേ ഉള്ളൂ. സോ സിംപ്ലി പറയുവാണെങ്കിൽ ഏതൊരു പോയിന്റ് പൊസിഷൻ വെക്ടർ ചോദിക്കുകയാണെങ്കിൽ വെറുതെ I, 2J, 3K എന്ന് എഴുതാനേ ഉള്ളൂ. ആ കോർഡിനേറ്റ്സിന്റെ കൂടെ ഒരു IJ ഇട്ട് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ വിത്ത് റെഫറൻസ് ടു ഒറിജിൻ. അപ്പോൾ പൊസിഷൻ വെക്ടർ എപ്പോഴും വിത്ത് റെഫർ ചെയ്യുന്നത് നമ്മൾ ഒറിജിൻ ആയിരിക്കും. അപ്പോൾ വെറുതെ IJ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷൻ വെക്ടർ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഇവിടെ ഞാൻ വേറൊരു പോയിന്റ് എടുക്കുവാണ് P.
അപ്പോൾ എനിക്കിവിടെ വെക്ടർ കാണേണ്ടത് ലൈക്ക് ബി പി എന്ന് പറഞ്ഞ വെക്ടറാണ്. ബി പി ബിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിയിൽ എൻഡ് ചെയ്യുന്ന ഒരു വെക്ടർ. അപ്പോൾ പിന്റെ കോർഡിനേറ്റ്സ് 3, 4, 6 ആണ്. ഓക്കെ, അപ്പൊ ബി പി എന്ന് പറഞ്ഞ വെക്ടർ എന്തായിരിക്കും? ആക്ച്വലി എന്റെ വെക്ടറിന്റെ ബി പി എന്ന് പറഞ്ഞ വെക്ടർ കാണുമ്പോൾ ഈ പിന്റെ പൊസിഷൻ വെക്ടർ എടുക്കണം. ഒ പി മൈനസ് ഒ ബി ആണ് ബി പി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പിന്റെ കോർഡിനേറ്റ്സ് മൈനസ് ബിന്റെ കോർഡിനേറ്റ്സ് 3 minus 1i, that is 2i, 2j, 3k. ഇതാണ് അതിന്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഒരാളുടെ പൊസിഷൻ വെക്ടർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെഫർ ടു ഒറിജിനൽ നമ്മൾ പറയാം. ഇപ്പോൾ വെറുതെ ij ക്ക് ഇട്ട് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. 2 പോയിന്റ് വന്നിട്ട് ബി പി എ ബി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ ബി മൈനസ് എ അല്ലെങ്കിൽ ബി മൈനസ് പി നേരെ ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കുന്ന വെക്ടർ, ആ വെക്ടർ കിട്ടും. പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ എനിവേ അതിവിടെ പറയാൻ കാരണം നമ്മൾക്ക് ഇവിടെ ഒരു ഗിവൺ പോയിന്റ് ഉണ്ടല്ലോ, അവന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഈ പറഞ്ഞ എന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ വെക്ടർ let it be small letter a, that is the position vector of this given point. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒന്നുകൂടി പറയുവാണ്, ഒരു ലൈൻ, ആ ലൈനിൽ ഒരു പോയിന്റ് ഉണ്ട്, അതിനൊരു പാരലൽ വെക്ടർ വേണം. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിന് ഞാൻ ലെറ്റർ സ്മോൾ ലെറ്റർ എ വെച്ച് റെപ്രസെന്റ് ചെയ്തു, പാരലൽ വെക്ടറിനെ പി വെച്ച് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ഒരു ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ സ്ട്രൈറ്റ് ലൈനിലൊക്കെ പഠിച്ചപ്പോൾ എപ്പോഴും അവിടെ എക്സും വൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ലൈൻ്റെ ഇക്വേഷൻ അവർ ജനറലി എഴുതുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഒരു എക്സും വൈ എപ്പോഴും കാണും അതിൽ. അതുപോലെ നമുക്കിവിടെയും ഒരു എക്സ് വൈ സെഡ് ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ ലൈനുമുള്ള ഒരു ജനറൽ പോയിന്റ് ആണ് ദിസ് എക്സ് വൈ സെഡ്. അപ്പോൾ ഒരു ജനറൽ പോയിന്റ് ആണ്. അപ്പോൾ ഈ ജനറൽ പോയിന്റ് കൂടി നമുക്കിവിടെ വേണം. അതിന്റെ പൊസിഷൻ വെക്ടർ ഞാൻ ഏത് ലെറ്റർ എടുക്കണേ? ലെറ്റർ ആർ. ക്ലിയർ? അപ്പൊ എന്തൊക്കെയുള്ള ഗിവൺ പോയിന്റ്, പാരലൽ വെക്ടർ, ജനറൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം എപ്പോഴും. ഇത് മറ്റൊരു രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ പി എന്നാ പറയാം. എ പ്ലസ് ലാംഡ പി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ, ആൻഡ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ വെക്ടർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? R is equal to x1i, y1j, z1k plus lambda p and the ai plus bj plus ck. So that is the equation of a straight line in 3-dimensional geometry. And ഇതിൽ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേര് വെക്ടർ ഇക്വേഷൻ എന്നാണ്. വെക്ടർ ഇക്വേഷൻ കാരണം ഇവിടെ വെക്ടേഴ്സ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വെക്ടർ ഇക്വേഷൻ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. കാർട്ടീഷ്യൻ ഇക്വേഷനിൽ ij കമ്പൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഈ x1ഉം എക്സും എയും ബിയും സി ഒക്കെ വെച്ച് എഴുതാൻ പറ്റും. ഡയറക്ഷൻ റേഷ്യോസ് ഒക്കെ വെച്ച് എഴുതാൻ പറ്റും. അതിനാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഓരോ തവണ എക്സാമിന് ഡിറൈവ് ചെയ്യണമെന്നില്ല. ഇക്വേഷൻ ചോദിക്കുമ്പോൾ നേരെ നിങ്ങൾക്ക് വെക്ടർ ഇക്വേഷനും അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷനും ഡയറക്റ്റ്ലി എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഡിറൈവ് ചെയ്യുവാണ്. ഡെറിവേഷൻ അത്ര ലെങ്തി സാധനമല്ല, സിമ്പിൾ ആയിട്ടാണ്. ഈ ആറിനെ we can consider as xi, yj, zk, general point അല്ലെ. അവന്റെ പൊസിഷൻ വെക്ടർ അല്ലേ ആറ്. This is x1i, y1j and z1k plus lambda ai, bj, ck. Clear ആണോ? When you compare this two, like ഇതിന്റെ i compounds ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x1 plus lambda i, y1 plus lambda b j plus z1 plus lambda c k. and ഇവിടെ നമ്മളുടെ ഈ ഒരു സെയിം ടേം വന്നിട്ടുണ്ട്. റൈറ്റ്, ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ we can write x equal to x1 plus lambda a. so what is lambda here? Actually lambda എന്താ? നമ്മൾ പാരലൽ വെക്ടർ എന്ന് എഴുതിയല്ലോ. അപ്പൊ പാരലൽ വെക്ടറിന്റെ പാരലൽ ഒരു സ്കെയിലർ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ആണ് ലാംഡ. നമ്മളെപ്പോഴും ഒരു ലാംഡ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കണം. ലാംഡയുടെ സ്ഥലത്ത് ചിലപ്പോൾ കെ, പി, ക്യൂ പല ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഒരു സ്കെയിലർ വാല്യൂ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലാംഡ കാണാം. വാട്ട് ഇസ് ലാംഡ? എക്സ് മൈനസ് x1 by a. സിമിലർലി അടുത്ത രണ്ട് ടേം കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് y minus y1 by b. നെക്സ്റ്റ് ടു ടേംസ് z minus z1 by c. and this is called scalar equation. സ്കെയിലർ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം ശ്രദ്ധിക്കണം. x മൈനസ് x1 ആണ്. x മൈനസ് x1, y മൈനസ് y1, z മൈനസ് z1, a b c. a b c ആരാ?
ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ പാരലൽ വെക്ടർ. എന്താ ഡയറക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ പാരലൽ വെക്ടർ നമുക്കിപ്പോൾ ഒരു വെക്ടർ വരുവാണ് 2i plus 3j plus 4k. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ 2, 3, 4 ആണ് അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് വരാം. അത് എന്താണെന്നുള്ളത് നമുക്ക് വെക്ടേഴ്സിന്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോ 2, 3, 4. അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നേക്കുന്ന പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ABC. ഇനി ഇതിൽ നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമുള്ളത് ഈ ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്ത ലൈൻ്റെ ഇക്വേഷൻ. അപ്പൊ ഞാൻ ഈ ലൈൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പറയാം. എ ലൈൻ പാസസ് ത്രൂ 2, 3, 5 and parallel to 3i plus 4j plus 5k. അപ്പോൾ എൻ്റെ ഒരു 3D ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ഏത് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്? 2, 3, 5 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. 3i plus 4j plus 5k പാരലൽ ആണ്. ആ വെക്ടർ ഈ ലൈന് പാരലൽ ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ലൈൻ ഒന്ന് വരയ്ക്കുവാണെങ്കിൽ എന്ത് വരും? ദിസ് ഇസ് 2, 3, 5 എന്ന് പറഞ്ഞ പോയിന്റ് and this is parallel vector 3i plus 4j plus 5k. ഇത്രയും ബേസിക്കലി നിങ്ങൾക്ക് പറയാം അല്ലെ. ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഫിഗർ വെച്ച് ഇത് എഴുതാൻ അറിയാം. ഇനി ഈ ലൈൻ്റെ ഇക്വേഷൻ വെക്ടർ ഇക്വേഷൻ എഴുതാൻ നമുക്ക് എന്താ വേണ്ടത്? ജസ്റ്റ് ആർ എന്ന് വിളിക്കുക. ആർ എന്ന് വെച്ചാൽ ആരാ? പൊസിഷൻ വെക്ടർ ഓഫ് എ റാൻഡം പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഇവനെയാണ് ആർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ ആരാ? ഗിവൺ പോയിന്റ് ഓൺ ദിസ് ലൈൻ, അതിന്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ r equal to a plus lambda p, that is the formula. And what is a here? Position vector എങ്ങനെയാ? വെറുതെ അതിന് 2i അല്ലെ, with refer to origin അല്ലേ, 2i plus 3j plus 5k plus lambda. What is p? Parallel vector ആരാ? 3i plus 4j plus 5k. Is it clear? ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. ഇനി അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ആക്ച്വലി x minus x1 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഡയറക്ട്ലി ഞാൻ ഈ പോയിന്റ് വെളിയിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറഞ്ഞുതരാം. x minus x1 by a, y minus y1 by b, z minus z1 by c. ഇതിൽ ആരാ നമ്മുടെ x1, y1, z1? ഗിവൺ പോയിന്റ് അല്ലെ, അതായത് ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്. അതാരാ? 2, 3, 5. നമുക്കപ്പോൾ ഇവിടെ 2 എന്ന് എഴുതാം, 3, 5. ആൻഡ് എ ബി സി ആരാ? നമ്മുടെ പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. എന്റെ സ്ഥാനത്ത് 3 വരും, ബിന്റെ സ്ഥാനത്ത് 4 വരും, സിന്റെ സ്ഥാനത്ത് 5 വരും. ഇത് 2-3 ഡൗട്ട്സ് നിങ്ങൾക്ക് വരാം. സപ്പോസ് ഇത് 5k പകരം ഞാൻ 0k ഇടുവാന്ന് എഴുതാം. ഇവിടെ എന്ത് വരും? 0. നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കരുത്, 0 എന്ന് എഴുതണം. റെപ്രസെന്റേഷൻ ആണ് അല്ലെ. നമുക്ക് ഇതിൽ നിന്ന് ആ വെക്ടർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 0 എന്ന് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചില സമയത്ത് അവർ സ്റ്റാൻഡേർഡ് ഫോമിൽ തരാതിരിക്കാം. സെയിം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ തരാം, -5 plus z 5 minus z by 3 എന്ന് തരുവാണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ഫോമുല അല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമുല എങ്ങനെയാ? z മൈനസ് എ കോൺസ്റ്റന്റ് ബൈ ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമുല അല്ല. ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യും? z നെഗറ്റീവ് പുറത്തെടുക്കുക, ഇതിൽ നിന്ന് ഒരു നെഗറ്റീവ് പുറത്തെടുക്കുക. അപ്പൊ എന്താവും? z -5 by 3 ആൻഡ് ഈ നെഗറ്റീവിനെ താഴേക്ക് ഇടാം, z -5 by -3. ഓക്കെ ആണോ? എനിവേ ഈ ക്വസ്റ്റ്യൻ ഞാൻ പഴയ പോലെ തന്നെ ആക്കുവാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2-3 കാര്യങ്ങൾ പറഞ്ഞതാ. അപ്പൊ 0k പകരം നമ്മൾ അവിടെ ഇട്ടത് 5k ആണ്, അതിനിവിടെ എഴുതുവാണ് z -5 by 5. അപ്പൊ ഇതാണ് ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആൻഡ് ദിസ് ഇസ് വെക്ടർ ഇക്വേഷൻ. ബേസിക്കലി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാനും പിന്നെ അതിന്റെ വെക്ടർ ഇക്വേഷൻ, കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാനും, കോർഡിനേറ്റ്സ്, അതിന്റെ ബേസിക് കാര്യങ്ങൾ, പൊസിഷൻ വെക്ടർ, ഇങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ തന്നെ ഞാൻ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. കാരണം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ ഡിലീറ്റഡ് എന്നും പറഞ്ഞാൽ നമ്മൾ പറയണമെങ്കിലും പക്ഷെ അത് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് എ പാരലൽ ലൈൻ അവർക്കൊരു പോയിന്റ് കൂടി തരാം. എ ലൈൻ പാസസ് ടു 2, 3, 5 ആൻഡ് 5, 6, 7 ഇങ്ങനെ തന്നാൽ എന്ത് ചെയ്യും? എൻ്റെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ പാസിംഗ് ത്രൂ 2, 3, 5 പിന്നെ 5, 6, 7. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ പോയിന്റ് എ എന്ന് വിളിക്കുവാണ്, ഈ പോയിന്റ് ബി എന്ന് വിളിക്കുവാണ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ പി എന്നല്ലേ നമ്മുടെ ഫോമുല അല്ലെ. എ ആയിട്ട് നമുക്ക് ആ പൊസിഷൻ ഫസ്റ്റ് പോയിന്റ് എടുക്കാം, 2i 3j 5k പ്ലസ് ലാംഡ പി എന്തായിരിക്കും? ആ പാരലൽ വെക്ടർ നമുക്ക് തന്നിട്ടില്ലല്ലോ, പകരം 2 പോയിന്റ് അല്ല തന്നെ.
എങ്ങനെയാ നമ്മൾ പാരലൽ വെക്ടർ കണ്ടുപിടിക്കുക? യു ക്യാൻ ഫൈൻഡ് എ ബി. ഇതിൽ നിന്ന് നേരെ എ ബി കണ്ടുപിടിക്കാലോ അല്ലെ? എ ബി എന്ന് പറഞ്ഞ വെക്ടർ, എ ബി എന്ന് പറഞ്ഞ വെക്ടർ, എങ്ങനെ എ ബി എന്ന് പറഞ്ഞ വെക്ടർ ആണ്? ഇത് മൈനസ് അത്. അതിനുവേണ്ടി ഞാൻ നേരത്തെ ആ ഒരു കാര്യം പറഞ്ഞു, പൊസിഷൻ വെക്ടേഴ്സ് മൈനസ് ചെയ്യാം. ഒ ബി മൈനസ് ഒ എ, 5 മൈനസ് 3 3i 3j ആൻഡ് 2k, 3i 3j 2k. സോ ഇങ്ങനെയും നമുക്ക് ലൈൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇഫ് ദേ ഹാവ് ഗിവൺ 2 പോയിന്റ്സ്, നമുക്ക് അപ്പോഴും ലൈൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഇതറിയാമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ വരുന്നത് find the image of a point minus 1 5 2 in the line 2x minus 4 by 2 y by 2 2 minus z by 3. Find the length of the line segment joining the points. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഇത് ബോർഡിന് വെച്ചിട്ടുള്ള ടൈപ്പ് ആണ്. ഇതില് നമുക്ക് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഈ ക്വസ്റ്റ്യനിൽ. അതായത് എന്താണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ? നമുക്കിപ്പോൾ ഈ തന്നിരിക്കുന്ന പോയിന്റ് -1 5 2 ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്ക്, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ വരിക. ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു പോർഷനെയാണ്, ഇതിനെയാണ്, ഈ ഒരു പോയിന്റിനെയാണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കോർഡിനേറ്റ് കാണാനും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് ഇതിന്റെ ഇമേജ് ചോദിക്കുവാണെങ്കിൽ ഇതേ ഡിസ്റ്റൻസ് താഴേക്ക്, ലൈക്ക് ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇത് പി ആണെങ്കിൽ പി ഡാഷ്, ടു ഫൈൻഡ് ദ ഇമേജ്. അപ്പൊ ഇമേജ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഈ ക്യാമറയിൽ അല്ലെ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, ഞാൻ അടുക്കുമ്പോൾ എൻ്റെ ഇമേജ് അത്രയും അടുക്കുവാണ്, ഞാൻ അകലുമ്പോൾ അത്രയും ഇമേജ് ഡിസ്റ്റൻസ് കൂട്ടുവാണ്. അപ്പോൾ ഓൾവേസ് ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും ഇമേജ് ആയിട്ടുള്ള. ഇതാണ് ആ മിററെങ്കിൽ അല്ലെങ്കിൽ ക്യാമറയെങ്കിൽ ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇങ്ങോട്ട് ഉണ്ടാവുക. ഓൾവേസ് ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ മിഡ് പോയിന്റ്. ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഈ ഇമേജിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഞാൻ 3-4 സ്റ്റെപ്പ് ആയിട്ട് അത് പറയാൻ പോണേ. ഈസിയാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ വേണ്ടത് ഒന്നാമത്തെ കാര്യം ഒരു കുരിശ് വരയ്ക്കുക. ഒരു കുരിശ് വരയ്ക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാ കുരിശ് വരയ്ക്കണേ. ഓക്കെ, ഇതെന്തിനാ ഇങ്ങനെ വരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇപ്പോഴും ഒരു കാര്യം പഠിക്കുമ്പോൾ അതൊരു നീറ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീകളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ബൈ ഹാർട്ട് പഠിക്കാൻ എന്നുള്ളൊരു മീനിങ് ഇല്ല. അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്ന ഈ ഒരു കുരിശില് ഈ ഒരു പോയിന്റ് അല്ലെ, ഈ ഒരു പോയിന്റ് എവിടെ വരിക? -1 5 2 ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ മിററായിട്ട് ആക്ട് ചെയ്യുന്ന ആ ലൈൻ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും അതിനൊരു കൺഫ്യൂഷനാ. നമ്മൾ XYZ ആക്സിസ് എടുക്കുമ്പോൾ ഇത് 2 3 ആണെങ്കിൽ ഇത് നേരെ താഴേക്ക് 2 - 3 ആയിരിക്കില്ലേ? അതെപ്പോഴാ? XYZ ആക്സിസ് എടുക്കുമ്പോഴാ. ഈ ലൈൻ ശരിക്കും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇരിക്കണ്ടാവുക അല്ലെ? ഇത് സ്പേസിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കണ്ടാവുക. ഇവിടെ ആയിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും അതിന്റെ ഇമേജ് ഉണ്ടാവുക. ചരിഞ്ഞിരിക്കുന്ന ലൈനാ. നേരെ ഇതിന്റെ ഇപ്പുറത്ത് നമുക്ക് സ്പേസിൽ കിടക്കുന്ന സാധനം ചെയ്തെടുക്കാൻ പാടാം. നമ്മളതിനെ പിക്ചറൈസ് ചെയ്യണം അല്ലെ? നമ്മളിങ്ങനെ കറക്റ്റ് പാരലായിട്ട് വരച്ചു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്സിലേക്ക് ഞാൻ തിരിച്ചു വരാണ്. അതൊരു കുരിശ് വരയ്ക്കുന്നു, പോയിന്റ് മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്താ? ആ ലൈനിന്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതുന്നു. എന്താ ലൈനിന്റെ ഇക്വേഷൻ വന്നിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ വന്നിരിക്കുന്നത് അല്ലെ? അതിവിടെ എഴുതുന്നു. ക്ലിയർ ആണോ? ലൈനിന്റെ ഇക്വേഷൻ എഴുതുന്നു. ലൈനിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ സ്റ്റാൻഡേർഡ് ഫോമിലാണോ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സ്റ്റാൻഡേർഡ് ഫോമിലാണോ? ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ? നോക്കിയേ, സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? എക്സ് മൈനസ് എന്നാ പറഞ്ഞത്. എക്സ് മൈനസ് x1 by a. ഇവിടെ പക്ഷെ 2x ആ വരാൻ പാടില്ല. സ്റ്റാൻഡേർഡ് ഫോം അല്ല അത്. സ്റ്റാൻഡേർഡ് ഫോം ആക്കണം. കാരണം അതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ മാറും, ഡയറക്ഷൻ റേഷ്യോ ഒക്കെ മാറും. നമുക്ക് അവനെ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. കുരിശ് വരയ്ക്കുന്നതിന്റെ ഒപ്പം തന്നെ എഴുതുമ്പോൾ ഓരോന്നും സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ കറക്റ്റ് ആയിട്ട് എഴുതി പോവാം. സോ ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ടേക്ക് 2 കോമൺ. സോ എന്തുവരും? x-2/1 അല്ലെ? x-2/1. സോ ഇതിന്റെ ഇക്വേഷൻ ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതുവാണ്. x-2/1 ഈക്വൽ ടു y/2. ഇവിടെ ഒരു 0 ഉണ്ടല്ലോ അല്ലെ? y-0/2 ഈക്വൽ ടു ഇതെന്താ? 2 - z. സ്റ്റാൻഡേർഡ് ഫോമിലാണോ? ആണോ? അല്ല. അവിടെ എന്ത് ചെയ്യണം? ഒരു മൈനസ് കോമൺ ആയിട്ട് എടുക്കണം. z-2/3. അവരെ പിടിച്ച് താഴേക്ക് ഇടാം. z-2/3. സെറ്റ് അല്ലേ? സ്റ്റാൻഡേർഡ് ഫോമിലായില്ല അതിന്റെ ഇക്വേഷൻ. നമ്മൾ പഠിച്ച കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോമായി അല്ലെ? ഇനി അടുത്തത് ഇതിൽ നമുക്ക് വേണ്ട കാര്യം ഇതിന്റെ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുമ്പോൾ കുരിശ് വരച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ട ഈ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എടുക്കുക. പിന്നെ ഇതിന് പേര് കൊടുക്കുക. നമുക്ക് ഇവര് ക്വസ്റ്റനിൽ വല്ല പോയിന്റിന് വല്ല പേര് തന്നുണ്ടോ? ഇല്ല. നമ്മളതിനെ പി എന്ന് വിളിക്കുവാണ്. ഇപ്പുറത്തൊരു പി ഡാഷ് ഇടുവാണ്.
ആൻഡ് ഈ ലൈനിന് ഞാൻ എ ബി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി. നമ്മൾ ആ ഫിഗർ വരച്ചു, അതിന്റെ ഇമേജ് ആണ് ഇത്, പോയിന്റ് ഇതാണ്, ഇത് നമ്മൾ ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡി ആയിട്ട് എടുത്തു. അപ്പോൾ ലെറ്റ്സ് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ബി ഡി, ഇമേജ് ബി പി ഡാഷ്, ഇത് ഡി, ഇത് പി ഡാഷ്. ആൻഡ് അതിന് ഓരോ കോർഡിനേറ്റ്സ്. പി ഡാഷിന് ഞാൻ ലെറ്ററിങ് ഒരു എ ബി സി എന്ന് വിളിക്കുവാണ്. ആൻഡ് ഡിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താന്ന് പറയാം, ഡിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഡി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ഇരിക്കണം? ഈ ലൈനും ഇരിക്കണത് അല്ലെ. ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റിന് എനിക്ക് എക്സ് വൈ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഏത് എക്സ് വൈ സെഡ്? ഈ എക്സ് വൈ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു വെക്കണം, ഇതാണ് ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലെ, കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പൊ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ എക്സ് മൈനസ് 2/1, വൈ മൈനസ് 0/2, ഇസഡ് മൈനസ് 2/-3 ഉറപ്പില്ലേ? അല്ലെങ്കിൽ എക്സ് വൈ സെഡ് ആരാ? എക്സ് വൈ സെഡ് ആരാ? ആ ലൈനും കിടക്കുന്ന റാൻഡം പോയിന്റ് ആണ്. അത് ഈ എനെ വേണമെങ്കിൽ എക്സ് വൈ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ഈ ഡീനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് വൈ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ഈ ബീനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് വൈ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഏതൊരു പോയിന്റിനെയും, ഈ ലൈനിൽ കിടക്കുന്ന ഏതൊരു പോയിന്റിനെയും എക്സ് വൈ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇമേജിനെ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലറൊക്കെയാണ്. അപ്പൊ ഞാനിവിടെ ആരെയാണ് ഈ ഡി വെച്ച് എക്സ് വൈ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യണേ? ഡീനെ. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ബി എക്സ് വൈ സെഡ്. ഓക്കെ, അവനെ എക്സ് വൈ സെഡ് എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയി. കുറിച്ച് വരച്ചു, പേര് കൊടുത്തു, സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി, ഡീനെ എക്സ് വൈ സെഡ് എന്ന് വിളിച്ചു. ഈ കിടക്കുന്ന എക്സ് വൈ സെഡ് ആണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് വൈ സെഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എടുത്തിട്ട് ഓക്കെ, അതിനെ ലാംഡ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആരായിട്ട്? ലാംഡ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെറ്റർ, കെയോ പിയോ ക്യൂവോ, ഞാനിവിടെ ലാംഡ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തതിന്റെ ഉദ്ദേശം ഐ ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് എക്സ്. ഇതും ലാംഡയും കമ്പയർ ചെയ്തിട്ട് വാട്ട് ഇസ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 into ലാംഡ പ്ലസ് 2. അടുത്ത കമ്പയർ ചെയ്യുമ്പോഴോ y ഈക്വൽ ടു എന്ത് വരും? 2 ലാംഡ പ്ലസ് 0. എഴുതണമെന്നില്ലല്ലോ. 2 ലാംഡ. z ഈക്വൽ ടു മൈനസ് 3 ലാംഡ പ്ലസ് 2. സെറ്റ് അല്ലേ? അപ്പൊ എക്സ് എന്ന് കിട്ടി ലാംഡ പ്ലസ് 2. 1 ലാംഡ എന്നൊന്നും എഴുതണമെന്നില്ലല്ലോ. ലാംഡ പ്ലസ് 2. y എന്താ? 2 ലാംഡ. z എന്താ? മൈനസ് 3 ലാംഡ പ്ലസ് 2. അപ്പൊ ഞാൻ അതും കൂടി ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യുവാണ്. ആരാ? ലാംഡ പ്ലസ് 2 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്സ്. ഇത് 2 ലാംഡ എന്ന് വിളിക്കാം. ഇവനെ എന്ത് വിളിക്കാം? മൈനസ് 3 ലാംഡ പ്ലസ് 2. ഓക്കെ, ഇതാകെ മെസ്സപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് കിട്ടും. ലാംഡ പ്ലസ് 2, 2 ലാംഡ മൈനസ് 3 ലാംഡ പ്ലസ് 2. സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഈ ലാംഡയുടെ വാല്യൂ കാണാന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ. അതായത് ഈ കോർഡിനേറ്റ്സ് എഴുതിയതിനു ശേഷം ആ സ്റ്റെപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. ഇത് തെറ്റിയ പിന്നെ നമ്മുടെ അങ്ങനെ ഉള്ളത് തെറ്റായിരിക്കും. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യുക. ഇതിൽ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഇവിടെ ഒരു നെഗറ്റീവ് മാറിയ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ഒരു നെഗറ്റീവ് മാറിയാൽ പോലും ഇത് മൊത്തം തെറ്റും. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പൊതുവേ ചോദിക്കാറ്. ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ആ കുരിശ് വരച്ചു, കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു, ലൈൻ്റെ ഇക്വേഷൻ എഴുതി, അതിൽ നിന്ന് എക്സ് വൈ സെഡ് ചാനൽ പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് വിളിച്ചു, ആൻഡ് അതിനെ ലാംഡ ടേംസിൽ എഴുതി. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം അറിയാം. നമ്മൾക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റനിൽ അവര് തമ്മിൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് അല്ലെ? ആരൊക്കെ തമ്മിൽ? യു ക്യാൻ സേ ദാറ്റ് പി ഡി എന്ന് പറയുന്ന പിയും ഡിയും അവിടെ ഒരു വെക്ടർ എനിക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. 2 പോയിന്റ്സ് ഉണ്ടല്ലോ അല്ലെ? 2 കോർഡിനേറ്റ്സ് എന്തെങ്കിലും ഉണ്ട്. ആരൊക്കെയാണ്? -1, 5, 2 ആൻഡ് ദിസ് കോർഡിനേറ്റ് ലാംഡ പ്ലസ് 2, 2 ലാംഡ മൈനസ് 3 ലാംഡ പ്ലസ് 2. ഒരു 2 കോർഡിനേറ്റ്സ് ഉണ്ട്. ഐ ക്യാൻ ഫൈൻഡ് ദ വെക്ടർ ഓഫ് പി ഡി. വെക്ടർ പി ഡി കോർഡിനേറ്റ്സ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് വെക്ടർ പി ഡി കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പി ഡി എന്ന് പറഞ്ഞ വെക്ടറും പിന്നെ വേറൊരു വെക്ടർ കൺസിഡർ ചെയ്യുവാണ് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സ് ഇല്ല, പക്ഷെ ആ ലൈൻ്റെ ഇക്വേഷൻ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ എ ബി അവർ തമ്മിൽ എങ്ങനെയിരിക്കണേ? ഇവർ തമ്മിൽ എങ്ങനെയിരിക്കണേ? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ ആണ് അല്ലേ? അവർ പരസ്പരം പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? പി ഡിസ് ഡോട്ട് പ്രൊഡക്റ്റ്, പി ഡിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് എ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് വെക്ടേഴ്സിൽ ഒരു കാര്യമാണ്. നമ്മൾ വെക്ടേഴ്സിൽ പഠിക്കുന്നത് 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്, എ ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും അല്ലെ? ഇവിടെ അത് തന്നെ ഉപയോഗിക്കണുള്ളൂ. ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്. പി ഡി എ ബിയും പെർപെൻഡിക്കുലർ ആണ്.
അപ്പോൾ അതിന് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. പി ഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാം. ഇത് മൈനസ് ഇത് പി ഡി, ഡി മൈനസ് പി, ഡിന്റെ കോർഡിനേറ്റ്സ് മൈനസ് പി കണ്ടുപിടിക്കാം. എ ബി ആണ് നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് തന്നെ. അപ്പൊ എ ബി ഞാനൊന്ന് പറഞ്ഞ ശ്രദ്ധിച്ചേ, ഇത് എ ബിയുടെ ഇക്വേഷൻ അല്ലേ, എ ബി എന്ന് പറഞ്ഞ ലൈൻ്റെ ഇക്വേഷൻ അല്ലേ. ഈ 1 2 -3 എന്ന് വെച്ചാൽ ആരാ? എ ബിക്ക് പാരലൽ ആയിട്ടുള്ള വെക്ടർ. അപ്പൊ അതെനിക്ക് ആ എ ബിയുടെ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് അവർ പെർപെൻഡിക്കുലർ എടുക്കുമ്പോൾ എനിക്ക് ഇവനെ 1 2 -3 എ ബിയുടെ സ്ഥാനത്ത് എഴുതാം. അതായത് I plus 2j minus 3k, that parallel vector I minus 2j minus 3k. and PD ആണ്. PD ക്ക് നമ്മൾ എന്ത് ചെയ്യണം? PD, D minus P ചെയ്യണം. അപ്പോൾ what is D? Lambda plus 2 minus 1 I plus 2 lambda minus 5j plus minus 3 lambda plus 2 minus 2k. എന്താ ചെയ്തത്? ഈ കോർഡിനേറ്റ്സ് മൈനസ് ദിസ് പി ഡി ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് എ ബി എന്താ? I 2j 3k ഈക്വൽ ടു 0 എന്ന് പറയാം. ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ ലാംഡ കാണാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അല്ലെ. അപ്പൊ അതിന് വേണ്ടി ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പി ഡി, ഈ പി ഡി എന്ന് പറയുന്നത് ഡിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ ലാംഡ ടേംസിൽ എഴുതുന്നത്, പിന്റെ കോർഡിനേറ്റ്സ് ഇത് മൈനസ് ചെയ്ത മൈനസ് ഒന്നുകൊണ്ട് ഇവിടെ +1 ആയി. അതുപോലെ തന്നെ ഇവിടെ -3 ലാംഡ +2 -2 ഓക്കെ. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാറ്? AI BJ CK ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് PI QJ LK. ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? AP plus BQ plus CL അല്ലെ. ജസ്റ്റ് ഐ ജെ കമ്പോണൻസ് പോയിട്ട് ആ കോഎഫിഷ്യൻസ്, ആ ഡയറക്ഷൻ റേഷ്യോസിന്റെ പ്രോഡക്റ്റ് ഐ ഡോട്ട് ഐ 1 ആയി പോകും, ജെ ഡോട്ട് ജെ 1 ആയി പോകും, കെ ഡോട്ട് കെ 1 ആയി പോകും, AP BQ CL എന്ന് കിട്ടും. അതുപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് മുമ്പ് സ്റ്റെപ്പ് ചെയ്യാലോ. ലാംഡ പ്ലസ് 3i പ്ലസ് 2 ലാംഡ മൈനസ് 5j പ്ലസ് -3 ലാംഡ, ഇത് കട്ടായി പോകും, k ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് i പ്ലസ് 2j പ്ലസ് 3k ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. സോ ഇത് ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ലാംഡ പ്ലസ് 3 into 1 ലാംഡ പ്ലസ് 3 പ്ലസ് 2 ലാംഡ മൈനസ് 5 into 2 4 ലാംഡ മൈനസ് 10 പ്ലസ് നോട്ട് പ്ലസ് -3 plus 3, so negative 9 lambda equal to 0. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 5 ലാംഡ മൈനസ് 9 ലാംഡ മൈനസ് 4 ലാംഡ അല്ലെ. 5 ലാംഡ മൈനസ് 9 ലാംഡ മൈനസ് 4 ലാംഡ, 3 minus 7 അവിടെ ഒരു എറർ വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താ വന്നേക്കണേ? -3k ആണ്. -3k ആകുമ്പോൾ ദിസ് വിൽ ബി +9 ലാംഡ. +9 ലാംഡ ആകുമ്പോൾ വെൻ യു ആഡ് ദിസ് 14 ലാംഡ, ഇത് -7 ഈക്വൽ ടു 0. സോ വാട്ട് ഇസ് ലാംഡ ഈക്വൽ ടു 7/14 വിച്ച് ഇസ് 1/2. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ലാംഡയുടെ വാല്യൂ തെറ്റിയാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റും. അപ്പൊ ഒരു ഫ്രാക്ഷൻ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കാം, എന്തെങ്കിലും ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ. ഇവിടെ ഇപ്പോൾ 1/2 പിന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് അല്ലെ. നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ആൻഡ് ഈ 1/2 എവിടെയാ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? D. First thing here we have to find is foot of the perpendicular. Foot of perpendicular, that is D. What are the coordinates? Lambda plus 2, 2 lambda minus 3 lambda plus 2. അവിടെയൊക്കെ ഹാഫ് എന്ന് കൊടുക്കുമ്പോൾ, ലാംഡയ്ക്കൊക്കെ ഹാഫ് കൊടുക്കുമ്പോൾ ഹാഫ് പ്ലസ് 2, 2.5, that is 5/2. When you multiply this with half, you will get 1. ഇവിടെ -3/2 plus 2, you will get 1/2. So ഇതാണ് നമ്മുടെ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ആൻഡ് ഇതിലെ ചോദ്യം ഇമേജ് കാണാനാണ്. ലാസ്റ്റ് അതിലെ മെയിൻ ചോദ്യം ഇമേജ് കാണാനാണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ദിസ് ഇമേജ്? അപ്പൊ ഇമേജ് നമ്മൾ ABC എന്ന് എടുക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ രണ്ടുപേരുടെ മിഡ് പോയിന്റ് ആയിട്ടാണ് ഈ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങനെ ഉണ്ടായി. സോ എനിക്കിവിടെ പറയാം, ഇതിന്റെ രണ്ടുപേരുടെയും മിഡ് പോയിന്റ് ആണ് ഈ D. അപ്പോൾ ഞാനിവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഇവിടെ വായിക്കുവാണ്. നമുക്ക് ഇതിന്റെ ഇമേജ് കാണാനായിട്ട് നോക്കിയേ. I can say that
D is midpoint of PP dash. സംശയമില്ലല്ലോ. അതിന്റെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം -1 plus A by 2, 5 plus B by 2, 2 plus C by 2 is equal to thus 5 by 2, 1, 1 by 2. ഓക്കെ, അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയിട്ട് we'll get A equal to 6. ഇത് കമ്പയർ ചെയ്യുമ്പോൾ B equal to 2 minus 5, that is -3. C equal to, ഇത് കമ്പയർ ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ആയിട്ട് we'll get C equal to 1 minus 2, that is -1. So നമ്മുടെ കോർഡിനേറ്റ്സ് ആരാ? 6 -3 -1. ഇതാണ് നമ്മുടെ ഇമേജ്. Pന്റെ ഇമേജ് ആരാ? 6 -3 -1. ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ദ ലെങ്ത് ബിറ്റ്വീൻ ദിസ് 2 പോയിന്റ്സ്? അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ലെങ്ത്? ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ്? -1, 5, 2. And what is the image? 6 -3 -1. അവരുടെ ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ 6 - -1 7 square plus root of 7 square -3 -5. So 8 square plus 3 square. അല്ലേ? എത്ര വരും? 49 plus 64 plus 9. Root 122 units. That is the distance between these 2 points. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിൽ വർക്ക്ഔട്ട് ചെയ്ത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി മസ്സായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിലെ സ്റ്റെപ്സ് ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഇതിലാദ്യം ഒരു ക്രോസ് പോലെ വരച്ചു, പേര് കൊടുത്തു PP ഡാഷ്, D എന്ന് പേര് കൊടുത്തു, AB എന്ന് പേര് കൊടുത്തു, ലൈൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതി, ഇതിനെ XYZ എന്ന് വിളിച്ചു അല്ലേ? ആൻഡ് ഈ സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതി ഇക്വേഷൻ ഈക്വൽ ടു ലാംഡ എഴുതി, ഇതിന് X എന്താ, Y എന്താ, Z എന്താന്ന് കണ്ടെത്തി. റൈറ്റ്? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? PD എന്ന് പറഞ്ഞ വെക്ടർ പെർപെൻഡിക്കുലർ ടു AB എന്ന് പറഞ്ഞ വെക്ടറിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. PD നമ്മൾ കണ്ടുപിടിച്ചു. ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് AB 0 ആണെന്ന് നമ്മൾ കാണിച്ചു. ലാംഡയുടെ വാല്യൂ വി ഗോട്ട് 1/2. ആ ലാംഡയുടെ വാല്യൂ വി സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. ഡീന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഡീന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റി ഇതിന്റെയും പോയിന്റ് ആണ് ഇതെന്നുള്ളത് ഉപയോഗിച്ചിട്ട് വി ഗോട്ട് ദ വാല്യൂ ഓഫ് ദിസ് ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കണ്ടു. ഇത്രയും നമ്മളിപ്പോൾ, ഇതാണ് ഇമേജിന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി അടുത്ത് വന്ന് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സിന്റെ, അതായത് 2 ലൈൻസ് ഇന്റർസെക്റ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുള്ള അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ്, ഇമേജിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ അതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക.